നമസ്കാരം. 2011 ഒക്ടോബർ 10 ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. ആ സമയത്ത് ഒരു മിഗ് 29 വിമാനം ഏകദേശം 10,000 അടി മുകളിലൂടെ ആകാശത്തിലൂടെ പറക്കുകയാണ്. ആ വിമാനത്തിന്റെ പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ അജിത് ഭാസ്കർ വാസൻ അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് കാണുന്ന 2 കിലോമീറ്ററോളം വരുന്ന ആ സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി ഒന്ന് നോക്കി പോവുകയാണ്. ജാംനഗറിലെ എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയരുന്ന ഏതൊരു എയർഫോഴ്സ് പൈലറ്റും നിർബന്ധമായി ഒഴിവാക്കേണ്ട ഒരു പ്ലേസിലേക്കാണ് ഇപ്പോ അജിത് ഭാസ്കർ വാസൻ ഒന്ന് നോക്കിപ്പോയത്. അതൊരു നിരോധിത മേഖലയാണ്. ഒരു കാരണവശാലും ആ 2 സ്ക്വയർ കിലോമീറ്ററിന് മുകളിലൂടെ ഒരു യുദ്ധവിമാനവും പറത്താൻ പാടുള്ളതല്ല. ആ നിരോധിത മേഖലയ്ക്ക് മുകളിലൂടെ പറക്കണമോ അതോ കുറച്ച് മാറി പറക്കണമോ എന്ന് തീരുമാനിക്കാൻ അജിത്തിന് മുന്നിൽ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ആ ചെറുപ്പക്കാരനായ പൈലറ്റിന്റെ ഇടതുഭാഗത്ത് കാണുന്നത് ഗുജറാത്തിലെ ജാംനഗറിന് സമീപത്തുള്ള കച്ച് ഉൾക്കടലിന്റെ ഭാഗത്തുള്ള റിലയൻസിന്റെ കൂറ്റൻ ഓയിൽ റിഫൈനറിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നാണ് അജിത്തിന്റെ ഇടതുവശത്തായി കാണുന്നത്. 7,500 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ആ റിഫൈനറിക്ക് മുകളിലേക്ക് അജിത്തിന്റെ വിമാനം ഇടിച്ചിറങ്ങുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തം വാക്കുകൾക്ക് അതീതമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി അത് മാറും. ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലാണ് ദിവസവും ആ റിഫൈനറിൽ ശുദ്ധീകരിക്കുന്നത്. ആ റിഫൈനറി നിമിഷ നേരം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തം ആ റിഫൈനറിക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് മാത്രമല്ല അനുഭവപ്പെടുക, ഇന്ത്യയുടെ ആകെ സാമ്പത്തിക സ്ഥിതിയും അത് പ്രതികൂലമായി ബാധിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ മാത്രമല്ല ലോക പെട്രോളിയം മാർക്കറ്റിനെയും ആ റിഫൈനറിയുടെ ദുരന്തം പിടിച്ചുലയ്ക്കാൻ സർവ്വസാധ്യതയുമുണ്ട്. സ്ക്വാഡ്രൺ ലീഡർ അജിത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ജാംനഗറിലെ ബേസിലേക്ക് മടങ്ങിയേ പറ്റൂ. അതിന്റെ കാരണം വളരെ വളരെ സിമ്പിൾ ആണ്. എപ്പോ വേണമെങ്കിലും അജിത്തിന് ആ മിഗ് 29ന്റെ മുകളിലുള്ള നിയന്ത്രണം നഷ്ടമാകും. മിഗ് 29 മുകളിലുള്ള അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വിമാനത്തെ ബേസിൽ എത്തിക്കേണ്ടതുണ്ട്. ബേസിലേക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് റിഫൈനറിക്ക് മുകളിലൂടെയുള്ള ആ യാത്രയാണ്. പക്ഷേ റിഫൈനറിക്ക് മുകളിലൂടെ യുദ്ധവിമാനങ്ങൾ പറത്താൻ പാടില്ല എന്നുള്ളത് വ്യക്തമായ നിയമവുമാണ്. സാധാരണഗതിയിൽ അവർ പറക്കുന്ന റൂട്ടിലൂടെ ആ വിമാനത്തെ പറത്തിയാൽ ചിലപ്പോൾ വിമാനത്തിലുള്ള നിയന്ത്രണം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ ലീഡറായ അജിത്തിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കാൻ കയ്യിലുള്ളത് ഏതാനും സെക്കൻഡുകളാണ്. 600-ലധികം മണിക്കൂറുകൾ ഫൈറ്റർ ജെറ്റുകൾ പറത്തി ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് സ്ക്വാഡ്രൺ ലീഡർ അജിത്. വിമാനം പറത്തുന്നതിനിടയിൽ അജിത്തിന് ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഗുജറാത്തിലെ ജാംനഗറിലുള്ള എയർഫോഴ്സ് ബേസ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് വശത്തുള്ള എയർഫോഴ്സ് ബേസ് ആണ്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 3:30 സ്ക്വാഡ്രൺ ലീഡർ അജിത് ഭാസ്കർ വാസൻ അദ്ദേഹത്തിന്റെ മിഗ് 29മായി ആകാശത്തേക്ക് പറന്നുയർന്നത്. അജിത്തിന്റെ വിമാനം പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഒരു മിഗ് വിമാനം കൂടി പറന്നുയർന്നു. അതിന്റെ പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ രോഹിത് സിംഗ് ആണ്. നല്ല തെളിഞ്ഞ ആകാശത്തേക്ക് ആ 2 യുദ്ധവിമാനങ്ങളും പറന്നുയർന്നിരിക്കുന്നത് ശത്രുക്കൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നാൽ നേരിടാനുള്ള ഒരു പരിശീലനം നേടാൻ വേണ്ടിയാണ്. ഗുജറാത്തിൽ ചേർന്നുള്ള പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ ആ വിമാനങ്ങളെ ആകാശത്ത് വെച്ച് എങ്ങനെ തകർക്കാമെന്ന് പരിശീലിക്കുന്ന ഒരു പരിപാടിയാണ് രാകേഷ് സിംഗും അജിത്തും കൂടി ചേർന്ന് ചെയ്യുന്നത്. ആകാശത്ത് വെച്ച് എതിർ വിമാനത്തെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവർ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ആ പ്രാക്ടീസ് ചെയ്യുന്നത് ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിൽ പറന്നുകൊണ്ടാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 99 ആഗസ്റ്റ് മാസത്തിൽ പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറിയപ്പോൾ നമ്മൾ മിഗ് 29 ആകാശത്തേക്ക് അയക്കുകയും ആ മിഗ് 29 പാകിസ്ഥാൻ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ആ വിമാനങ്ങൾ കടന്നു വരുമ്പോൾ അവയെ നേരിടാനുള്ള എക്സ്പീരിയൻസ് നേടുകയാണ് ഇത്തരം പരിശീലനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ 2 യുദ്ധവിമാനങ്ങളും ആകാശത്ത് പ്രത്യേകം തീരുമാനിച്ചിരിക്കുന്ന ഒരു പാതയിൽ മുഖത്തോട് മുഖം നിൽക്കുകയാണ്. 2 വിമാനങ്ങൾ തമ്മിൽ 80 കിലോമീറ്ററിലധികം ദൂരവ്യത്യാസമുണ്ട്. ഭൂമിയിൽ നിന്ന് 30,000 അടി മുകളിലാണ് ഇപ്പോ ആ വിമാനങ്ങൾ. അതിർത്തി കടന്നു വരുന്ന യുദ്ധവിമാനമായിട്ട് അഭിനയിക്കേണ്ടത് അജിത്തിന്റെ വിമാനമാണ്. പാകിസ്ഥാൻ വിമാനത്തിന്റെ രൂപത്തിൽ വരുന്ന അജിത്തിന്റെ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്താനുള്ള ചുമതലയാണ് രോഹിത് സിംഗിന്റെ വിമാനത്തിലുള്ളത്. 2 വിമാനങ്ങളും അതിവേഗം മുഖത്തോട് മുഖം വരികയും ഒരു ഏറ്റുമുട്ടൽ നടത്തുകയും വേണം. പാകിസ്ഥാൻ യുദ്ധവിമാനത്തിന്റെ രൂപത്തിൽ രോഹിത്തിന്റെ വിമാനത്തിന് നേരെ പറക്കുന്ന അജിത്തിന്റെ വിമാനത്തെ നേരിടാൻ രോഹിത്തിന്റെ വിമാനത്തിൽ റഷ്യൻ നിർമ്മിത എയർ ടു എയർ മിസൈൽ ഉണ്ട്. ആകാശത്തും തൊടുക്കാൻ കഴിയുന്ന ആ മിസൈലിന് ഒരു പ്രത്യേകത ഉണ്ട്.
ചൂട് തിരിച്ചറിയാനുള്ള പ്രത്യേക കപ്പാസിറ്റിയാണ് ആ മിസൈലിനുള്ളത്. എന്ന് പറയുമ്പോൾ ആകാശത്ത് ഒരു വിമാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ആ വിമാനത്തിന് ചൂടുണ്ടാവും. ആ ചൂടുള്ള ഭാഗം നോക്കി നമ്മുടെ മിസൈൽ ചെല്ലുകയും ആ മിസൈൽ ആ വിമാനത്തെ തകർക്കുകയും ചെയ്യും. ഗണ്ണുകളൊക്കെ ഉണ്ടെങ്കിലും രണ്ട് വിമാനങ്ങളും അവ ഉപയോഗിക്കാതെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റുമുട്ടുക. എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേഷൻസ് മാത്രമാണ് ഉണ്ടാവുക. യഥാർത്ഥ ഉപകരണം ഉപയോഗിക്കാതെ അതിന് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ആ രണ്ട് യുദ്ധവിമാനങ്ങളും ആകാശത്ത് 30,000 അടി മുകളിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ആ കാഴ്ച അതുപോലെ തന്നെ റഡാർ സ്ക്രീനുകൾ ഒപ്പിയെടുത്ത് കൺട്രോൾ റൂമിൽ കാണിക്കുന്നുണ്ട്. കൺട്രോൾ റൂമിൽ ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ആ ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ ആകാശത്തുള്ള ആ വിമാനങ്ങൾക്ക് അവിടെ പരീക്ഷണം ആരംഭിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ 28 ഒരു പ്രത്യേകതയുണ്ട്. ആ സ്ക്വാഡ്രണിലെ എല്ലാ വിമാനങ്ങളും ശബ്ദത്തെക്കാൾ വേഗതയിൽ പറക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ആ വിമാനങ്ങളുടെ പ്രാക്ടീസ് ജനവാസ മേഖലയിൽ വെച്ച് നടത്താൻ പറ്റത്തില്ല. ജനവാസ മേഖലയിൽ വെച്ച് ആ വിമാനങ്ങൾ ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ പറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ താഴെയുള്ള വീടുകളിലെ ജനാൽപ്പാളികളിലെ ഗ്ലാസുകൾ പൊട്ടിച്ചെറിപ്പിക്കും. വൻതോതിലുള്ള ഡാമേജ് ആയിരിക്കും താഴെ ആ വിമാനങ്ങൾ ഉണ്ടാക്കുക. സ്ക്വാഡ്രൺ ലീഡർ അജിത്ത് അദ്ദേഹത്തിന്റെ വിമാനത്തെ ജാംനഗറിൽ നിന്ന് പടിഞ്ഞാറേക്ക് 120 കിലോമീറ്ററോളം കൊണ്ടുപോയി വളച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. ജാംനഗറിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ അതിർത്തിയിലേക്കാണ് നീങ്ങുന്നത്. ആ ഭാഗത്തേക്ക് നീങ്ങിയ അജിത്തിന്റെ വിമാനം തിരിച്ച് ജാംനഗറിലേക്ക് വരുമ്പോൾ രോഹിത് സിംഗിന്റെ വിമാനം അജിത്തിന്റെ വിമാനത്തെ തടയും. അങ്ങനെ ചെയ്യാനാണ് അവര് ഉദ്ദേശിക്കുന്നത്. 30,000 അടി മുകളിൽ നിൽക്കുന്ന അജിത്തിന്റെ വിമാനം ജാംനഗറിന്റെ ഭാഗത്തേക്ക് അതിവേഗം വരികയാണ്. 30,000 അടി മുകളിലായതുകൊണ്ട് അജിത്ത് ഓക്സിജൻ മാസ്ക് ധരിച്ചിട്ടുണ്ട്. അജിത്തിന്റെ ഹെൽമെറ്റിന്റെ ഭാഗമായ ഒരു ടിൻഡഡ് ഗ്ലാസ് ഹെൽമെറ്റിൽ നിന്ന് അജിത്ത് വലിച്ചു മുന്നോട്ട് വെച്ചു. ശക്തമായ സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ ഗ്ലാസ് വലിച്ചു വെച്ചത്. അജിത്തിന്റെ വിമാനം ശബ്ദത്തെക്കാൾ 2 ഇരട്ടി വേഗതയിൽ രോഹിത് സിംഗിന്റെ വിമാനത്തിന് നേരെ അങ്ങനെ പാഞ്ഞു വരുന്ന ആ നിമിഷത്തിൽ അജിത്തിന്റെ തലയ്ക്ക് മുകളിലുള്ള ഒരു സ്ക്രീൻ ഒന്ന് മിന്നി പെട്ടെന്ന് നിശ്ചലമായി. ഫൈറ്റർ ജെറ്റുകളിലെ പൈലറ്റുമാർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ താഴെയുള്ള പാനലിലേക്ക് നോക്കാതെ മുന്നിലേക്ക് നോക്കി വിമാനം പറത്താൻ സഹായിക്കാൻ വേണ്ടിയാണ് മുകളിൽ ഒരു സ്ക്രീൻ ഉള്ളത്. അതിനെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയാ, HUD. പേര് പറയുന്നത് പോലെ തന്നെ പൈലറ്റുമാർക്ക് ഉപയോഗമുള്ള സാധനമാണ് അത്. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിമാനം പറത്താൻ പൈലറ്റുമാരെ സഹായിക്കുന്ന ഉപകരണമാണ്. അതാണ് നിന്നുപോയിരിക്കുന്നത്. ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓഫായി പോകുന്നത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ MiG-29 ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓഫായി പോകുന്നത്. MiG-29 ഒരുപാട് മണിക്കൂറുകൾ പറത്തിയിട്ടുള്ള അജിത്തിന് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അജിത്തിന്റെ സ്വന്തം ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രവുമല്ല, ഇതിനു മുമ്പ് MiG-29 ഉപയോഗിച്ചിട്ടുള്ള ഒരു രാജ്യത്തും ഒരിക്കൽ പോലും ഇത്തരം ഒരു സംഭവം ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുമില്ല. മുകളിലെ HUD സ്ക്രീൻ ഓഫായ ആ നിമിഷത്തിൽ തന്നെ അതിന്റെ കാരണം അജിത്ത് മനസ്സിലാക്കിയിരുന്നു. തന്റെ കൺമുന്നിൽ HUD സ്ക്രീൻ ഓഫായ ആ നിമിഷത്തിൽ തന്നെ ആ സ്ക്രീനിന്റെ തൊട്ട് താഴെയായി ഒരു ചെറിയ തീ അജിത്ത് കണ്ടിരുന്നു. ആ തീ കണ്ട നിമിഷത്തിൽ അജിത്തിന്റെ മനസ്സിലേക്ക് വന്നത് ഒരു ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറയുമ്പോൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും, ഒരു ഭ്രമം നമുക്കുണ്ടാവും. എന്താണ് സംഭവം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഹലൂസിനേഷന്റെ അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ താൻ എത്തിയതാണോ, അങ്ങനെ ഒരു സംശയമാണ് ആ തീ കണ്ട നിമിഷത്തിൽ അജിത്തിന് മനസ്സിലുണ്ടായത്. ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് കുറഞ്ഞാൽ ഇല്ലാത്തത് പലതും ഉണ്ടെന്ന് നമുക്ക് തോന്നും, കാണാത്തത് പലതും കണ്ടു എന്ന് തോന്നും. അങ്ങനെ ഒരു മതിഭ്രമം തനിക്ക് പറ്റിയോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചു പോയ അജിത്ത് പെട്ടെന്ന് തന്നെ കഥ മനസ്സിലാക്കി. അല്ല, സത്യമായിട്ടും കോക്പിറ്റിൽ തീ കത്തുന്നതാണ്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഫൈറ്റർ പൈലറ്റുകളും അതിന് മുമ്പ് കേട്ടിട്ടേ ഉണ്ടാവില്ല. പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ കോക്പിറ്റിൽ വെറുതെ തീ പിടിക്കുക എന്നുള്ളത് തികച്ചും അസംഭവ്യമായ കാര്യമാണ്. അങ്ങനൊരു സംഭവം അതിനു മുമ്പ് എവിടെയെങ്കിലും സംഭവിച്ചതായി അജിത്ത് കേട്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെയാണ് കോക്പിറ്റിനകത്ത് തീ കണ്ടപ്പോൾ വിശ്വസിക്കാൻ ഒരു മടി ആദ്യം അജിത്തിനുണ്ടായത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ അജിത്തിന് അത് വിശ്വസിക്കേണ്ടി വരികയാണ്. കാരണം തീ കത്തപ്പോ സ്വാഭാവികമായി ഒരു സ്മെല്ലും കൂടി ഉണ്ടാകുമല്ലോ. ആ സ്മെല്ല് അജിത്തിന് അനുഭവപ്പെട്ടു തുടങ്ങി. ചൂണ്ടുവിരലിന്റെ അത്രയും വലിപ്പത്തിലാണ് ആദ്യം തീ അജിത്ത് കണ്ടത്. ആ നിമിഷത്തിൽ തന്നെ സ്ക്വാഡ്രൺ ലീഡർ അജിത്ത് 30,000 അടി മുകളിൽ നിന്ന് താഴെ കൺട്രോൾ ടവറിലേക്ക് വിളിച്ചു. ഫൈൻ ബാക്ക് 1 റിപ്പോർട്ടിംഗ്. കോക്പിറ്റിൽ തീ പിടിച്ചു. അസ്വാഭാവികമായ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ശൈലിയിലാണ് സ്ക്വാഡ്രൺ ലീഡർ അജിത്ത് കാര്യം റിപ്പോർട്ട് ചെയ്തത്. 30,000 അടി മുകളിലുള്ള MiG-29 ആ പൈലറ്റ് പറഞ്ഞ കാര്യം താഴെ കൺട്രോൾ ടവറിൽ ഈ വിമാനത്തെ മോണിറ്റർ ചെയ്യുന്ന ആ ഓഫീസർ കേട്ടു.
റഡാർ മോണിറ്റർ ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അജിത്തിനോട് ചോദിച്ചു, ഫൈൻ ബാക്ക് 1, നിങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് ഉറപ്പിക്കാവോ? കോക്പിറ്റിൽ തീ കണ്ടു എന്നാണ് പറഞ്ഞത്. അതിന് ഉടൻ തന്നെ അജിത്ത് മറുപടി പറഞ്ഞു. ഫൈൻ ബാക്ക് 1 ആവർത്തിക്കുന്നു, കോക്പിറ്റിൽ തീ പിടിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് 30,000 അടി മുകളിലുള്ള MiG-29 കോക്പിറ്റിൽ തീ പിടിച്ചിരിക്കുന്നു എന്നാണ് പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ അജിത് ഭാസ്കർ വാസൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് കേട്ടതും ആ റഡാർ ഓപ്പറേറ്റർ അജിത്തിനോട് ചോദിച്ചു, എഞ്ചിന് തീ പിടിച്ചതാണോ? അല്ല, കോക്പിറ്റിൽ തീ പിടിച്ചിരിക്കുകയാണ്. എനിക്ക് ബേസിലേക്ക് മടങ്ങാനുള്ള അനുവാദവും എത്രയും പെട്ടെന്ന് ബേസിൽ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷനും തരണം. അജിത്തിന്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് തന്നെ ആ റഡാർ ഓപ്പറേറ്റർക്ക് കേൾക്കാം. എനിക്ക് ഗൈഡൻസും ആവശ്യമുണ്ട്, ഗൈഡൻസ് കൂടി വേണമെന്ന് അജിത്ത് പറഞ്ഞതും ആ റഡാർ ഓപ്പറേറ്റർ അജിത്തിനോട് പറഞ്ഞു, ഫൈൻ ബാക്ക് 1 ബേസ് 08085. ഇവിടെ ഫൈൻ ബാക്ക് ഉണ്ടെന്ന് വിളിക്കുന്നത് അജിത്തിന്റെ ആ MiG-29നെയാണ്. 08085 എന്ന് പറഞ്ഞത് ബേസ് 80 ഡിഗ്രിയിൽ 85 കിലോമീറ്റർ അകലെയാണെന്നാണ്. സാർ എത്രയും വേഗം മടങ്ങി വരൂ, സാർ സുരക്ഷിതമായി സാർ മടങ്ങി എത്തട്ടെ. അങ്ങനെയാണ് ആ റേഡിയോ ഓപ്പറേറ്റർ അജിത്തിനോട് ആ നിമിഷത്തിൽ പറഞ്ഞത്. ഈ സമയത്ത് അജിത്തിൽ നിന്ന് ഇടത്തോട്ട് മാറി 60 കിലോമീറ്റർ അകലെ കൂടി പറക്കുകയാണ് വിംഗ് കമാൻഡർ സ്ക്വാഡ്രൺ ലീഡർ രോഹിത് സിംഗ്. അദ്ദേഹം അജിത്തും കൺട്രോൾ ടവർ തമ്മിൽ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ആ കോക്പിറ്റിലൂടെ കേട്ടു. കൺട്രോൾ ടവറിന്റെ അനുവാദത്തോടു കൂടി രോഹിത് സിംഗ് ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വിമാനത്തെ വലത്തോട്ട് തിരിച്ചു. അജിത്തിനെ ഏതെങ്കിലും ശൈലിയിൽ സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് രോഹിത് അയാളുടെ MiG-29 അജിത്തിന്റെ MiG-29 സമീപത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ പെട്ടെന്ന് ആ തീയുടെ അളവ് കൂടുകയാണ്, അതുണ്ടാക്കുന്ന പുകയും കൂടി തുടങ്ങി. ആ പുക കോക്പിറ്റിനകത്തേക്ക് നിറയുന്ന ആ സമയത്ത് അജിത്തിന്റെ മനസ്സിൽ ആ വിമാനത്തിലെ ഇന്ധനമാണ് കടന്നു വന്നത്. അനവധി ടാങ്കുകളിലായി ആ വിമാനത്തിൽ 4000 ലിറ്റർ ഇന്ധനം ശേഖരിച്ചിരിക്കുകയാണ്. വിമാനത്തിന്റെ ഫ്യൂസലേജിലും വിങ്സിലുമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ ഇന്ധന ടാങ്കുകളിലേക്ക് തീ കടന്നു ചെന്നാൽ വിമാനം പൊട്ടിത്തെറിക്കും. അക്കാര്യത്തിൽ ഒരു സംശയമൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഇന്ധന ടാങ്കിന്റെ സമീപത്തേക്ക് തീ എത്തിയാൽ ആ നിമിഷത്തിൽ വിമാനം ഒരു വലിയ അഗ്നിഗോളമായി മാറും. ആ ചിത്രം വളരെ വ്യക്തമായിട്ട് തന്നെ അജിത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അജിത്തിന് അറിയാം. അജിത്ത് അദ്ദേഹത്തിന്റെ തല ഇടതുവശത്തേക്ക് തിരിച്ചു. അവിടെ ഓക്സിജൻ ടാങ്കിൽ നിന്നുള്ള മോണിറ്റർ ഉണ്ട്. ആ ഭാഗം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ സപ്ലൈക്ക് ഒരു തകരാറുമില്ല. അതുപോലെ മാസ്കിലൂടെ കൃത്യമായി ഓക്സിജൻ കിട്ടുന്നുമുണ്ട്. അജിത്ത് ഓക്സിജൻ സപ്ലൈ ക്രമമാണെന്ന് മനസ്സിലേക്ക് ആ നിമിഷത്തിൽ ഒരു കാഴ്ച കൂടി കണ്ടു. ഒരു വിരലിന്റെ വലിപ്പത്തിൽ മാത്രം ഉണ്ടായ തീ ഇപ്പോ സൂര്യപ്രകാശം മറയ്ക്കാനായി അജിത്ത് ഉപയോഗിച്ച ആ മറയിലേക്ക് കത്തിപ്പിടിക്കുകയാണ്. അജിത്തിന്റെ തൊട്ടു മുന്നിലുള്ള HD പാനലിന്റെ തൊട്ട് താഴെയായി ഒരു മറയുണ്ട്. ആ മറ ഉപയോഗിച്ചാണ് ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം വീഴുന്നത് അജിത്ത് തടഞ്ഞത്. ആ മറ ഇപ്പോ കത്തി തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോ അജിത്തിന്റെ തൊട്ടു മുന്നിൽ തീ കത്തുകയാണെന്ന് അർത്ഥം. തൊട്ടു മുന്നിൽ ആ തീ കത്തി തുടങ്ങിയപ്പോ പ്ലാസ്റ്റിക് കരിയുന്ന ഒരു മണം അജിത്തിന് ലഭ്യമായി തുടങ്ങി. അതേ സമയത്ത് തന്നെ വിമാനത്തിന്റെ ഇരുഭാഗത്തുമുള്ള ഗ്ലാസുകളിൽ കരി പറ്റിപ്പിടിച്ചു തുടങ്ങി. സൈഡിലെ ഗ്ലാസുകളിൽ മാത്രമല്ല കരി പറ്റിപ്പിടിച്ചു തുടങ്ങിയത്, പൈലറ്റിന്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന ആ മേൽക്കൂരയുടെ ഭാഗത്തും കരി പറ്റിപ്പിടിച്ചു തുടങ്ങിയാണ്. കോക്പിറ്റിൽ പടർന്നു പിടിച്ച തീയുടെ ഫലമായി കോക്പിറ്റ് ഏതാണ്ട് പൂർണ്ണമായും പുക കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇരുഭാഗത്തുമുള്ള ഗ്ലാസുകളും മുകൾ ഭാഗവും കരി കൊണ്ട് മൂടപ്പെട്ട് കഴിഞ്ഞു. അജിത്ത് കൺട്രോൾ ടവറിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് വിമാനം ഇപ്പോ ബേസിന് ലക്ഷ്യമാക്കി പറത്തുകയാണ്. അജിത്തിന് ബേസിലെത്താൻ 9 മിനിറ്റ് സമയമാണ് വേണ്ടത്. അജിത്തിന് കോക്പിറ്റിലെ ഒരു ഉപകരണവും കണ്ടുകൂടാ. കോക്പിറ്റിൽ പലതരത്തിലുള്ള മീറ്റേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള റീഡിങ്സ് ഉണ്ട്. അതൊന്നും തന്നെ അജിത്തിന് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മുന്നിലോ സൈഡിലോ ഉള്ള ഒന്നും അജിത്തിന് വിസിബിൾ അല്ല. പൂർണ്ണമായും പുക കൊണ്ട് മൂടിയ ഒരു സ്ഥലത്ത് അജിത്ത് അങ്ങനെ ഇരിക്കുകയാണ്. കൺട്രോൾ ടവറിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ കോക്പിറ്റിലെ റേഡിയോയിലൂടെ അജിത്തിന് കേൾക്കാം. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അജിത്ത് വിമാനം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈൻ ബാക്ക് 1ന്റെ കോക്പിറ്റ് തീപിടിച്ച വിവരം ഇപ്പോ ജാംനഗറിലെ കൺട്രോൾ ടവറിൽ അറിഞ്ഞു കഴിഞ്ഞു. ബേസിൽ വിവരം അറിഞ്ഞതും ആ ബേസിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും പൈലറ്റുമാരും മറ്റ് എമർജൻസി റെസ്ക്യൂ മിഷന്റെ ഭാഗമായ ആളുകളൊക്കെ റൺവേക്ക് സമീപത്തായി ഓടിക്കൂടിയിരിക്കുകയാണ്. കൺട്രോൾ റൂമിനകത്തും അനവധി ഉദ്യോഗസ്ഥരുണ്ട്. കൺട്രോൾ റൂമിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സ്ക്രീനിൽ ആ കാഴ്ച കാണാം. വിമാനം മൂവ് ചെയ്യുന്ന കാഴ്ച. വിമാനം പറത്തുന്ന പൈലറ്റ് അജിത്തിനോട് കൺട്രോൾ ടവറിൽ നിന്ന് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. അജിത്തിന്റെ മാനസിക നില സർവപ്രധാനമായ കാര്യമാണ്. കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന അജിത്തിനും
കൺട്രോൾ ടവറിലുള്ള ഉദ്യോഗസ്ഥർക്കും ഒരു കാര്യം വ്യക്തമാണ്. അടുത്ത ഏതാനും മിനിറ്റുകൾ സർവപ്രധാനമായ നിമിഷങ്ങളാണ്. ഒന്നുകിൽ ഒരു ചരിത്രം ശമിക്കപ്പെടും, ഇല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകും. രണ്ടിലൊന്ന് ഉറപ്പാണ്. വിമാനം പറത്തുന്ന പൈലറ്റിന് മുന്നിലുള്ള റൺവേ കാണാൻ പറ്റാത്ത അനവധി സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴേക്കും കോക്പിറ്റിനകത്ത് അദ്ദേഹത്തെ സഹായിക്കാനായി ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ വിമാനത്തിന്റെ പൊക്കവും ആ വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ റീഡ് ചെയ്ത് അറിയിക്കും. ഇവിടുത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. അജിത്തിന് ഒന്നുമേ കണ്ടുകൂടാ. അജിത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൺട്രോൾ ടവറിൽ നിന്നുള്ള ആ ഓഫീസറുടെ വാക്കുകളെ മാത്രമാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് വിമാനം പറത്തുന്നു മാത്രം. കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥർ എന്തു പറഞ്ഞാലും സകല തീരുമാനങ്ങളും എടുക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും പൈലറ്റായ അജിത്ത് തന്നെയാണ്. അജിത്തിന്റെ മനസ്സാന്നിധ്യം അത് ശരിക്കും നിർണായകമാകുന്ന ഒരു നിമിഷമാണ്. കോക്പിറ്റിൽ തീ പടരുന്നു എന്ന് അജിത്ത് റിപ്പോർട്ട് ചെയ്ത നിമിഷം മുതൽ കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥർ അജിത്തിന് മുന്നിൽ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അജിത്തിന് റഷ്യൻ നിർമ്മിത ആ എജക്ഷൻ സംവിധാനം ഉപയോഗിക്കാം. റഷ്യയുടെ സെസ്ന K-36 എന്നുള്ള എജക്ഷൻ സീറ്റാണ് MiG-29 ഉറപ്പിച്ചിരിക്കുന്നത്. ആ എജക്ഷൻ സംവിധാനം ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ ആ നിമിഷത്തിൽ അജിത്തിന്റെ മുകളിലുള്ള ആ മേൽക്കൂര അങ്ങ് അടർന്നു മാറും. ആ മേൽക്കൂര അടർന്നു മാറുന്ന ആ നിമിഷത്തിൽ അജിത്തിനെ കൊണ്ട് ആ സീറ്റ് മുകളിലേക്ക് കുതിക്കും. ആ സീറ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന പാരച്യൂട്ട് വളരെ വയലന്റ് ആയിട്ട് തന്നെ അജിത്തിനെ മുകളിലേക്ക് വലിച്ചെടുക്കും. ആ വയലന്റ് ആയിട്ടുള്ള എജക്ഷൻ അജിത്തിന്റെ നട്ടലിന് ചിലപ്പോൾ ക്ഷതമുണ്ടാക്കേണ്ട സാധ്യതയുണ്ട്. ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് പാരച്യൂട്ട് വഴി ചാടി രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് മാത്രമല്ല അജിത്ത് എജക്ഷൻ വേണ്ടാന്ന് വെച്ചത്. വിമാനത്തിൽ തീ കണ്ട ആ മാത്രയിൽ തന്നെ അജിത്ത് ആ തീരുമാനം എടുത്തിരുന്നു. ഒരു നിവൃത്തിയുമില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നാൽ മാത്രമേ താൻ വിമാനം ഉപേക്ഷിച്ച് രക്ഷപ്പെടൂ. വിമാനത്തെ സുരക്ഷിതമായി താഴെ ഇറക്കാൻ അതിന്റെ വൈമാനികനായ തനിക്ക് ബാധ്യതയുണ്ടെന്നുള്ള ഒരു ചിന്തയാണ് ആ നിമിഷത്തിലും അജിത്തിന്റെ മനസ്സിലുള്ളത്. വിമാനത്തെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്നത് ശരിയല്ല, ആ ഒരു തോന്നൽ അജിത്തിനുണ്ട്. അതുകൊണ്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് പാരച്യൂട്ട് വഴി രക്ഷപ്പെടാനായി അജിത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അജിത്ത് ആദ്യം അത് നിരസിച്ചത്. ഈ സമയത്താണ് ഫിൻബാക്ക് 2 പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ രോഹിത് സിംഗ് അദ്ദേഹത്തിന്റെ വിമാനത്തെ അജിത്തിന്റെ വിമാനത്തിന് സമീപത്തേക്ക് കൊണ്ടുവന്നത്. അജിത്തിനെ ഏതെങ്കിലും ശൈലിയിൽ സഹായിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് രോഹിത് ആ വിമാനത്തിനടുത്തെത്തിയത്. അജിത്തിന്റെ വിമാനത്തിനടുത്തെത്തിയ രോഹിത് അദ്ദേഹത്തിന്റെ കോക്പിറ്റിലൂടെ അജിത്തിന്റെ കോക്പിറ്റിലേക്ക് നോക്കി. അജിത്തിന്റെ കോക്പിറ്റിലേക്ക് നോക്കിയ രോഹിത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ആ കോക്പിറ്റിനകത്തിരിക്കുന്ന അജിത്തിനെ കാണാൻ പോലും പറ്റുന്നില്ല. കോക്പിറ്റ് അകമേ കാണാൻ പറ്റുന്നില്ല. കോക്പിറ്റ് ഏതാണ്ട് പൂർണ്ണമായും ഒരു കറുത്ത പാട കൊണ്ട് മൂടപ്പെട്ടതുപോലെയാണ് രോഹിത്തിന് കാണാൻ കഴിയുന്നത്. ശരിക്കും രോഹിത് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ചുറ്റും ഒന്നും കാണാൻ പറ്റാതെ തീ പിടിച്ച് പുക മൂടി നിൽക്കുന്ന ആ കോക്പിറ്റിനകത്ത് എങ്ങനെയാ അജിത്ത് ഇരിക്കുക? അജിത്ത് എങ്ങനെയാ വിമാനം പറത്തുന്നു? അതാണ് ചോദ്യം. രോഹിത് സിംഗ് അജിത്തിന്റെ വിമാനത്തിനടുത്തെത്തിയ ആ സമയത്ത് അജിത്ത് അവന്റെ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് അകത്തുള്ള തീ അണയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അജിത്തിന്റെ 2 കൈയിലും ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ആ ഗ്ലൗസ് ഉപയോഗിച്ച് അജിത്ത് കത്തിപ്പടരുന്ന തീ അടിച്ച് അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഗ്ലൗസ് ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കൈ പൊള്ളുന്ന അനുഭവമാണ് അജിത്ത് അനുഭവപ്പെട്ടത്. അത് അനുഭവപ്പെട്ടതും അജിത്ത് ആ ഗ്ലൗസ് ഒന്ന് ഊരിയ ഗ്ലൗസ് ഉപയോഗിച്ച് അജിത്ത് തീയിൽ അടിച്ചു തുടങ്ങി. കത്തിപ്പടർന്ന തീയിൽ ഗ്ലൗസ് കൊണ്ട് അടിക്കുന്ന അജിത്ത് ആ ഗ്ലൗസ് ഉപയോഗിച്ചതിനെ തീയെ ഇങ്ങനെ ദൂരേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. അജിത്ത് ശരിക്കും വെപ്രാളപ്പെട്ട് തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തീ കത്തിപ്പടർന്നതിന്റെ അളവ് കൂടുകയാണ്. ഗ്ലൗസ് ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ച അജിത്തിന്റെ കൈയിലേക്കും തീ കത്തിപ്പടർന്നു. ശരിക്കും നല്ലൊരു പൊള്ളൽ അജിത്തിന്റെ കയ്യിലുണ്ടായി. ഈ സമയത്ത് ആ കോക്പിറ്റിനകത്ത് നിറഞ്ഞു കൂടുന്ന പുക അജിത്തിന്റെ കണ്ണുകളെ വല്ലാതങ്ങ് ചുവപ്പിക്കുകയാണ്. കണ്ണ് ചുമന്ന് കണ്ണിന്ന് കണ്ണുനീർ ധാരധാരായി ഒഴുകി തുടങ്ങി. ഇതേ സമയത്ത് അജിത്തിന്റെ തല പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഹെൽമറ്റും അതുപോലെ ആ സൂര്യപ്രകാശം തടുക്കാനുള്ള ഒരു ചെറിയ കവറൊക്കെ ഉണ്ട്. അതൊന്നും കോക്പിറ്റിനകത്ത് ഉണ്ടായിരിക്കുന്ന തീയെയും അതുപോലെ പുകയും പ്രതിരോധിക്കാൻ പര്യാപ്തമായ സാധനങ്ങളേ അല്ല. അജിത്തിന് തൊട്ടു മുമ്പിലുള്ള കോക്പിറ്റ് പാനലുകൾ കാണാനേ പറ്റുന്നില്ല. ചുറ്റും ഒരു ഗ്രേ നിറത്തിലുള്ള ഒരു പൊടിപടലം മാത്രമാണ് ഉള്ളത്. വശങ്ങളിലായാലും മുകളിലായാലും മുന്നിലായാലും ആകെ ഒരു ഇരുണ്ട അവസ്ഥ. ആകെയുള്ള രജതരേഖ ഇപ്പോഴും ഓക്സിജൻ ലഭ്യത കൃത്യമായിട്ട് തന്നെ അജിത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അജിത്തിന്റെ വശങ്ങളിലും മുന്നിലും മുകളിലുമുള്ള സകല ഗ്ലാസുകളും കറുത്ത കരി കൊണ്ട് മൂടപ്പെട്ട് കഴിഞ്ഞു. ഈ സമയത്താണ്
കൺട്രോൾ ടവറിൽ നിന്ന് അജിത്തിനോട് സംസാരിക്കുന്ന ആള് അജിത്ത് ജാംനഗറിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അടുത്തെത്തിയ കാര്യം അറിയിക്കുന്നത്. 40 കിലോമീറ്റർ അടുത്തെത്തിയ സ്ഥിതിക്ക് വിമാനത്തെ 10,000 കിലോമീറ്റർ താഴേക്ക് താഴ്ക്കണം. അജിത്തിനോട് വിമാനത്തെ താഴ്ത്താൻ കൺട്രോൾ ടവറിൽ നിന്ന് ആവശ്യപ്പെട്ടു. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഈ ഫൈറ്റർ ജെറ്റുകൾ സാധാരണ നിർമ്മിക്കുക. ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നതെങ്കിലും ഈ കോക്പിറ്റിനകത്തുള്ള തീയെ തടുക്കാൻ ഫൈറ്റർ ജെറ്റിന്റെ സംവിധാനങ്ങൾക്ക് കഴിയുമോ എന്നുള്ള കാര്യം ഇതുവരെയും പരീക്ഷിച്ചു നോക്കാത്ത ഒരു കാര്യമാണ്. ഫൈറ്റർ ജെറ്റിനകത്ത് ആ തീ പടർന്നു പിടിക്കുമ്പോൾ, പുക ചുറ്റും തങ്ങി നിൽക്കുമ്പോൾ, ചുറ്റും ഒന്നും കാണാതിരിക്കുന്ന ആ അവസ്ഥയിൽ വളരെ സാവധാനം അജിത്ത് ആ വിമാനത്തിന്റെ ലിവർ താഴേക്ക് താഴ്ത്തുകയാണ്. വിമാനം അദ്ദേഹത്തിന് കൺട്രോൾ ടവറിൽ നിന്ന് പറഞ്ഞനുസരിച്ച് 10,000 അടി താഴേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് അജിത്ത് ആ കാര്യം ചെയ്യുന്നത്. അജിത്തിന്റെ ആ ആക്ഷൻ വിമാനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ സംഭവം കുളമാകും. വിമാനം താഴേക്ക് കൊണ്ടുവരുന്ന ആ സമയത്തും അജിത്തിന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വരുന്നുണ്ട്. വിമാനത്തിനകത്ത് തങ്ങി നിൽക്കുന്ന പുക പുറത്തു കളയാൻ ഒരു മാർഗമുണ്ട്. വിമാനത്തിന്റെ മേൽക്കൂര പെട്ടെന്ന് തുറന്നാൽ മതി. മേൽക്കൂര തുറന്നാൽ ആ പുക ഒഴിഞ്ഞു മാറും. അക്കാര്യം അജിത്തിന് അറിയാം. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട്. വിമാനം പറക്കുന്നത് ഇപ്പോ 600 km/h എന്ന വേഗതയിലാണ്. ആ വേഗതയിൽ പറക്കുന്ന വിമാനത്തിന്റെ മേൽക്കൂര തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തുള്ള കാറ്റ് ചിലപ്പോ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കത്തിപ്പടരുന്ന തീ കൂടുതൽ ശക്തമാക്കാൻ കാറ്റ് ചിലപ്പോ ഇടയാക്കിക്കും. ആ തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് മേൽക്കൂര തുറക്കാനുള്ള എജക്ഷൻ ബട്ടൺ പ്രസ് ചെയ്യാൻ അജിത്ത് ഒന്ന് മടിക്കുന്നത്. അതിനു പുറമെ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. 600 km/h എന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന ആ വിമാനത്തിന്റെ മേൽക്കൂര തുറക്കുമ്പോൾ ശരിക്കും ശക്തമായി അടിക്കുന്ന കാറ്റിൽ താഴെ കൺട്രോൾ ടവറിലേക്കോ വശത്തൂടി പറക്കുന്ന രാകേഷ് സിംഗിനോടോ സംസാരിക്കാൻ അജിത്തിന് പറ്റാതാകും. അത്രയേറെ ശബ്ദമായിരിക്കും ആ സമയത്ത് അനുഭവപ്പെടുക. അതുകൂടി കൊണ്ടാണ് അജിത്ത് ആ മേൽക്കൂര തുറക്കാനുള്ള ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയത്. അതുകൊണ്ട് അജിത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും വിമാനം താഴേക്ക് കൊണ്ടുവരികയാണ്. വിമാനം താഴേക്ക് വരുന്ന ആ സമയത്ത് വിമാനം മുന്നോട്ട് നീങ്ങുന്നുമുണ്ട്. അജിത്തിന് മുന്നിലും താഴെയുമുള്ള ഒരു കാഴ്ചകളും വിസിബിൾ അല്ല. കൺട്രോൾ ടവറിനുള്ള നിർദ്ദേശവും അതുപോലെ കൂടെ പറക്കുന്ന രാകേഷ് സിംഗിന്റെ നിർദ്ദേശവും അജിത്ത് അക്ഷരപ്രതി പാലിച്ചുകൊണ്ടാണ് വിമാനത്തെ ഇപ്പൊ പറത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10,000 അടി താഴേക്ക് ആ വിമാനം താഴ്ന്നു വരുന്ന ആ സമയത്ത് അകത്തുള്ള തീയുടെ അളവ് കൂടിയിരിക്കുകയാണ്. തീ കോക്പിറ്റിലെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ പല സംവിധാനങ്ങളെയും ഉരുക്കി കഴിഞ്ഞപ്പോ അത് ഉണ്ടാക്കുന്ന പുക സഹിക്കാൻ പറ്റാത്ത ശൈലിയിലേക്ക് വളരുകയാണ്. ശരിക്കും അസഹ്യമായ ഒരു ഗന്ധം പ്ലാസ്റ്റിക് ഉരുകുമ്പോൾ ഉണ്ടാകും. ആ ഗന്ധം അജിത്തിന്റെ മൂക്കിലേക്ക് അങ്ങനെ അടിച്ചു കയറുകയാണ്. അജിത്ത് ഒരു ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്. ആ മാസ്കിനിടയിൽ കൂടി പുക കയറി വരികയാണ്. ആ ശൈലിയിൽ പുക വലിച്ചു കയറ്റിയാൽ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയ അജിത്ത് കയ്യിലെ ഗ്ലൗസ് ഉപയോഗിച്ച് വീണ്ടും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. നേരത്തെ തീ അണയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അജിത്തിന്റെ കൈ പൊള്ളിയതാണ്. കൈ പൊള്ളിയ നിമിഷത്തിൽ തീ അണയ്ക്കുന്ന പ്രക്രിയ അവസാനിപ്പിച്ച അജിത്ത് വീണ്ടും തീ അണയ്ക്കാൻ ശ്രമിച്ചു തുടങ്ങിയാണ്. ഫൈറ്റർ വിമാനങ്ങളുടെ കോക്പിറ്റ് മറ്റു വിമാനങ്ങളുടെ കോക്പിറ്റ് പോലെ വിശാലമൊന്നുമല്ല. വളരെ ചെറിയൊരു പ്ലേസ് ആണ്. ആ പ്ലേസിനകത്താണ് നമ്മുടെ പൈലറ്റ് ഇരിക്കുന്നത്. പൈലറ്റിന് പുറമെ കുറച്ച് പാനലുകളും വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പൈലറ്റിന് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതെന്ന് പറയാം. കൊമേഴ്സ്യൽ വിമാനങ്ങളിലെ കോക്പിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമാണ്. ഈ ചുരുങ്ങിയ സ്പേസിനുള്ളിൽ പുക കൂടി വരുമ്പോൾ അതിനകത്ത് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അജിത്തിന് അനുഭവപ്പെട്ടു തുടങ്ങി. ഈ സമയത്താണ് കൺട്രോൾ ടവറിൽ നിന്ന് ഉദ്യോഗസ്ഥർ അജിത്തിനോട് മറ്റൊരു കാര്യം തിരക്കിയത്. തീ കോക്പിറ്റിലെ തന്ത്രപ്രധാനമായ ഉപകരണങ്ങളെ ഏതിനെങ്കിലും കേടാക്കിയിട്ടുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. അജിത്തിന് ഒന്നും കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയുവാനും അജിത്തിന് പറ്റില്ല. അജിത്ത് അവരോട് പറഞ്ഞു, സത്യത്തിൽ പൊട്ടിത്തെറിയൊന്നും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അങ്ങനെ മാത്രമേ അജിത്തിന് മറുപടി കൊടുക്കാൻ പറ്റൂ. കോക്പിറ്റിനകത്തെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റാത്തതും കോക്പിറ്റിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്തതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അജിത്തിന് ഇപ്പൊ ആ ഉപകരണങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉപകരണങ്ങൾ സത്യത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഉപകരണങ്ങൾ കേടായി തുടങ്ങിയാൽ അജിത്ത് പെട്ടുപോകും. അതറിയാവുന്നത് കൊണ്ടാണ് കൺട്രോൾ ടവറിൽ നിന്ന് അജിത്തിനോട് ആ ചോദ്യം ചോദിച്ചത്. അജിത്ത് എത്ര മിടുക്കനായ പൈലറ്റ് ആണെന്ന് പറഞ്ഞാലും ആ ഫൈറ്റർ ജെറ്റിലെ ഉപകരണങ്ങൾ തീ കത്തി നശിച്ചാൽ പിന്നെ അജിത്തിന്റെ വൈമാനിക മികവിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ആ കാര്യം അജിത്തിന് മാത്രമല്ല കൺട്രോൾ ടവറിൽ ഇരിക്കുന്ന ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് ആ ചോദ്യം അവർ ചോദിച്ചത്. അജിത്ത് കൺട്രോൾ ടവറിനോട് സംസാരിക്കുമ്പോഴും തീയുടെ അളവ് കൂടിക്കൂടി വരികയാണ്.
അജിത്ത് തന്റെ കഴിവിന്റെ പരമാവധി കയ്യിലെ ഗ്ലൗസുകൾ ഉപയോഗിച്ചുകൊണ്ട് തീ അദ്ദേഹത്തിന് ചുറ്റും എത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഗ്ലൗസ് ഉപയോഗിച്ച് ചുറ്റുമുള്ള തീ എപ്പോഴും അടിച്ചണച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് വിമാനത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇപ്പോ അജിത്തിന്റെ വിമാനം ഏകദേശം 10,000 അടി താഴെ എത്തിയിരിക്കുകയാണ്. 10,000 അടിയിൽ താഴേക്ക് വന്നാൽ വെന്റിലേഷൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. വെന്റിലേഷൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്താൽ അകത്തുള്ള പുക കുറെയൊക്കെ പുറത്തേക്ക് പോകും. വിമാനത്തിനകത്ത് എയർ കണ്ടീഷൻ സിസ്റ്റത്തിന് 2 ലെവലുണ്ട്. ഒന്ന് നോർമൽ ലെവലും മറ്റൊന്ന് ഫ്ലഡ് ലെവലും. സാധാരണഗതിയിൽ നോർമൽ ലെവലിലാണ് വിമാനത്തിലെ എയർ കണ്ടീഷൻ സിസ്റ്റം പ്രവർത്തിക്കുക. ഫ്ലഡ് ലെവൽ ഉപയോഗിക്കുന്നത് കൂടുതൽ എയർ അടിച്ച് പുറത്തു കളയാൻ വേണ്ടിയാണ്. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് 10,000 അടിയിൽ താഴെ ആയിരിക്കുമ്പോഴാണ്. ഈ സമയത്ത് രോഹിത് സിംഗിന്റെ വിമാനം അജിത്തിന്റെ വിമാനത്തിന്റെ ഇടതു ഭാഗത്ത് മുകളിലായിട്ടാണ് പറക്കുന്നത്. രോഹിത്തിന് അജിത്തിന്റെ വിമാനം കാണാം. പക്ഷേ അജിത്തിന്റെ വിമാനത്തിനകത്ത് കോക്പിറ്റിൽ എന്താണ് സംഭവം എന്നതിനെ കുറിച്ച് വ്യക്തമായി കാണാൻ ഇപ്പോഴും രോഹിത്തിന് പറ്റുന്നില്ല. രോഹിത്ത് മുന്നിലുള്ള കാഴ്ചകൾ വളരെ വ്യക്തമായിട്ട് തന്നെ അജിത്തിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിമാനത്തെ മോണിറ്റർ ചെയ്യുന്ന റഡാറുകളിൽ നിന്നുള്ള നിർദ്ദേശം കൺട്രോൾ ടവർ അപ്പോ അജിത്തിനെ അറിയിക്കുന്നുണ്ട്. MiG-29 ഒരുപാട് തവണ പറത്തിയിട്ടുള്ള വ്യക്തിയാണ് അജിത്ത്. അജിത്ത് ആണെങ്കിലും രോഹിത് സിംഗ് ആണെങ്കിലും MiG-29 സ്ഥിരം പറത്തുന്നവരാണ്. പക്ഷേ അവർക്ക് പരിശീലന സമയത്ത് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എഞ്ചിൻ ഫെയിലിയർ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ്. പലതരത്തിലുള്ള ഫെയിലിയറെ കുറിച്ചും അവരോട് ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവരോട് കോക്പിറ്റിനകത്ത് തീ പിടിച്ചാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. അങ്ങനെ തീ പിടിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് MiG-29 നിർമ്മാതാക്കൾ ആലോചിച്ചിട്ട് പോലുമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ തീ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അജിത്തിനും അറിയത്തില്ല. അജിത്തിന് തൊട്ടുമുകളിൽ അജിത്തിനൊപ്പം പറക്കുന്ന രോഹിത് സിംഗിനും അറിയില്ല. അതേ അവസ്ഥ തന്നെയാണ് കൺട്രോൾ ടവറിൽ ഇരിക്കുന്ന ആളുകൾക്കും ഉള്ളത്. അജിത്തിന്റെ MiG-29 ജാംനഗറിന് സമീപത്തേക്ക് എത്താറായപ്പോ വിമാനത്തിനകത്ത് തീ ശരിക്കും ശക്തമായിരിക്കുകയാണ്. വിമാനത്തിൽ തീ പിടിച്ചതിന് ശേഷം ഏറ്റവും ശക്തമായത് ആ നിമിഷത്തിലാണ്. അജിത്ത് വിമാനത്തിൽ നിന്ന് എജക്ട് ചെയ്ത് പാരച്യൂട്ട് വഴി രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചു പോയ ഒരു നിമിഷമാണ്. ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് എജക്ട് ചെയ്ത് പുറത്തേക്ക് കടക്കാൻ ഒരു പൈലറ്റ് ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത 90%. പക്ഷേ രക്ഷപ്പെടാനുള്ള ആ സാധ്യത 90% എന്ന് പറയുമ്പോഴും നട്ടലിന് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പാണ് താനും. ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് അത്ര എളുപ്പം പൈലറ്റിന് അങ്ങനെ പാരച്യൂട്ട് വഴി രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ് പരമമായ സത്യം. പക്ഷേ ഇപ്പോ അജിത്തിന്റെ കോക്പിറ്റിനകത്ത് പടരുന്ന ആ തീ അജിത്തിനെ കൊണ്ട് വിമാനത്തിൽ നിന്ന് എജക്ട് ചെയ്യിപ്പിക്കും എന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ ആ സമയത്താണ് അജിത്ത് തന്റെ ഇടതു ഭാഗത്തായി റെസ്ട്രിക്റ്റഡ് ഏരിയയായ റിലയൻസ് ഇൻഡസ്ട്രി കാണുന്നത്, കൂറ്റൻ റിഫൈനറി. അജിത്തിന് ആ കാര്യം അറിയാം. റിഫൈനറിയുടെ മുകളിലൂടെ ഒരു കാരണവശാലും വിമാനം പറത്താൻ പാടില്ല. അജിത്തിന്റെ ഇടതുവശത്ത് കാണുന്ന റിഫൈനറി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിലും ഇപ്പോ അജിത്തിന്റെ കോക്പിറ്റിൽ അജിത്ത് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ശ്വസിക്കാൻ പോലും അജിത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ശക്തമായ തീ അജിത്തിന്റെ തൊട്ടു പുറകിലും മുമ്പിലും ഇടതും വലതും ഒക്കെ വരികയാണ്. ഈ സമയത്ത് ഏതൊരു മനുഷ്യനും ആത്യന്തികമായി പ്രാധാന്യം കൊടുക്കുക അവനവന്റെ ജീവനാണ്. അജിത്ത് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലേക്ക് കടക്കുകയാണ്. അജിത്ത് ഈ സമയത്ത് വിമാനത്തിൽ നിന്ന് എജക്ട് ചെയ്താൽ അതിന്റെ അർത്ഥം വളരെ വളരെ സിമ്പിൾ ആണ്. അജിത്ത് ഏകദേശം 4000 ലിറ്റർ ഫ്യൂവലുള്ള ഒരു ജെറ്റ് വിമാനത്തെ റിലയൻസ് ഇൻഡസ്ട്രിയിലേക്ക് ഇടിച്ചിറക്കുകയാണെന്ന് അർത്ഥം. വൻ സ്ഫോടന ശേഷിയുള്ള ഒരു മിസൈൽ 7500 ഏക്കർ വിസ്തൃതിയിൽ പടുത്തുയർത്തിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികൾ ഒന്നിലേക്ക് ഇടിച്ചു കയറുകയാണ് അതിന്റെ ഫലം. ആ മിസൈൽ ആക്രമണത്തിൽ ആ കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാല സമ്പൂർണ്ണമായി തകരുമെന്ന് മാത്രമല്ല ചുറ്റുപാടുമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇല്ലാതാകും. അതിനകത്തുള്ളത് പൂർണ്ണമായി എണ്ണയാണ്. ആ എണ്ണ കത്തിപ്പടർന്നതോടുകൂടി ജാംനഗർ നഗരം തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടായെന്ന് വരും. സങ്കല്പിക്കാനാവാത്ത ഒരു ദുരന്തം സംഭവിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് റഡാർ ഓപ്പറേറ്റർ സെക്കൻഡുകൾ ഇടപെട്ട് വിമാനവും ബേസും തമ്മിലുള്ള അകലം അജിത്തിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അജിത്ത് ഇപ്പൊ പറക്കുന്ന ആ ദിശയിലൂടെ മുന്നോട്ട് പറന്നാൽ ബേസിലേക്ക് എത്താം. കത്തുന്ന കോക്പിറ്റിൽ ഇരിക്കുന്ന അജിത്ത് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് വിമാനം ബേസിൽ ഇറക്കുക എന്നുള്ളതാണ്. ബേസിൽ വിമാനം ഇറക്കണമെങ്കിൽ തൊട്ടു മുന്നിലുള്ള റിലയൻസിന്റെ ആ റിഫൈനറിക്ക് മുകളിലൂടെ പറക്കണം. അജിത്ത് ജാംനഗർ എയർബേസിൽ ജോയിൻ ചെയ്തിട്ട് 3 വർഷമായി. അനവധി തവണ ആ ജാംനഗർ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നിട്ടുള്ള അജിത്തിന് റിഫൈനറി എന്താണെന്നും എന്തുകൊണ്ടാണ് അത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കണമെന്നും നന്നായിട്ട് അറിയാം. ഒരു കാരണവശാലും റിഫൈനറിയുടെ സമീപത്ത് കൂടി പറക്കാൻ പാടുള്ളതല്ല.
അതും അജിത്തിന് അറിയാം. അജിത്തിന് മുന്നിൽ ഇപ്പൊ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, എത്രയും പെട്ടെന്ന് ബേസിലേക്ക് എത്താൻ റിഫൈനറിക്ക് മുകളിലൂടെ പറക്കുക. 2, അല്പം ചുറ്റുവളഞ്ഞ് ബേസിലേക്ക് പറക്കുക. ചുറ്റുവളയുക എന്ന് പറയുമ്പോൾ അജിത്ത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കുറെ കൂടി കൂടുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. എത്രയും പെട്ടെന്ന് ബേസിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ശരിയായ തീരുമാനം. പക്ഷേ എത്രയും പെട്ടെന്ന് ബേസിൽ ലാൻഡ് ചെയ്യാനായിട്ട് റിഫൈനറിക്ക് മുകളിലൂടെ പറക്കുന്നത് അപകടമാണെന്ന് ഒരു തോന്നലും അജിത്തിനുണ്ട്. അജിത്തിന് തീരുമാനമെടുക്കാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമേ കയ്യിലുള്ളൂ. കത്തിപ്പടരുന്ന ആ കോക്പിറ്റിൽ ചുറ്റും പുക മൂടി നിൽക്കുമ്പോൾ ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അജിത്ത് കോക്പിറ്റിൽ ഒരു ആവശ്യം ഉന്നയിച്ചു. റിഫൈനറിക്ക് മുകളിലൂടെ പറക്കാതെ 10 കിലോമീറ്റർ മാറി അവരുടെ സാധാരണ റൂട്ടിലൂടെ പറക്കാനുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കാനാണ് അജിത്ത് കൺട്രോൾ ടവറിലെ ആ റഡാർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത്. ഉദ്യോഗസ്ഥർ ആ നിമിഷം തന്നെ ആ റൂട്ട് അജിത്തിനോട് പറഞ്ഞു. അജിത്ത് ഉടൻ തന്നെ റിഫൈനറിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ കൂടി വിമാനം പറത്താൻ തുടങ്ങി. ആ സമയത്ത് റിഫൈനറിൽ നിന്ന് 10 കിലോമീറ്റർ മാറി വിമാനം പറക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം ആ വിമാനം ആകാശത്ത് പറക്കുന്നു എന്നാണ്. തികച്ചും ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് അജിത്ത് എടുത്തതെങ്കിലും അജിത്തിന് ആ നിമിഷത്തിൽ അങ്ങനെ അല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നില്ല. റിഫൈനറിയെ സംരക്ഷിക്കുക എന്നുള്ളത് സർവപ്രധാനമായ കാര്യമാണ്. അജിത്തിന്റെ വിമാനം ആകാശത്ത് വെച്ച് എപ്പോ വേണമെങ്കിലും തകരാവുന്ന സാഹചര്യമാണല്ലോ അജിത്ത്. എന്നിട്ടും 10 കിലോമീറ്റർ ദൂരെ കൂടി ആ വിമാനം എയർപോർട്ടിലേക്ക് പറത്തി. സ്വാഭാവികമായിട്ടും അജിത്തിനെ ഫോളോ ചെയ്യുന്ന രോഹിത് സിംഗിന്റെ വിമാനവും അതിനനുസരിച്ച് അജിത്തിനെ ഫോളോ ചെയ്യുകയാണ്. എയർപോർട്ടിന് നേരെ വിമാനം എത്തിയപ്പോൾ അജിത്ത് വിമാനത്തിലെ ഫ്ലഡ് വെന്റിലേറ്റർ സിസ്റ്റത്തിനെ ഓണാക്കി. അതിശക്തമായി എയർ വലിച്ചെടുക്കുന്ന ആ ഫ്ലഡ് സംവിധാനം ആക്ടിവേഷൻ നടത്തിയപ്പോൾ ശരിക്കും ദൈവം സഹായിച്ചിട്ടെന്ന് പറയാവുന്ന ശൈലിയിൽ ഒരു രജതരേഖ അജിത്തിന് മുന്നിൽ തെളിയുകയാണ്. ഒരു ചെറിയ കണ്ണിന്റെ അത്രയും വലിപ്പത്തിൽ പുക ഒരു ഭാഗത്ത് ഒന്ന് മാറി. അജിത്തിന്റെ കണ്ണിന് നേരെ മുകളിലായി ഒരു ചെറിയ ഹോൾ. ആ ഹോളിലൂടെ അജിത്തിന് എയർപോർട്ടിലെ റൺവേ കാണാം. എയർപോർട്ടിന് മുകളിലേക്ക് അജിത്തിന്റെ വിമാനം എത്തുമ്പോഴേക്കും എയർപോർട്ടിൽ എല്ലാവിധ സന്നാഹം ഒരുക്കി കഴിഞ്ഞു. ഫയർ എഞ്ചിനുകളുടെ ഒരു വൻ നിര തന്നെ റൺവേക്ക് ചുറ്റുമായിട്ടുണ്ട്. അജിത്തിന് ആ ചെറിയ ഹാളിലൂടെ ഫയർ എഞ്ചിനുകളുടെ നിര റൺവേക്ക് സമീപത്ത് നിൽക്കുന്ന കൃത്യമായിട്ട് കാണാം. ആ ചെറിയ ഹാളിലൂടെ താൻ കണ്ട ആ റൺവേ ലക്ഷ്യമാക്കിക്കൊണ്ട് കൺട്രോൾ ടവർ എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് അജിത്ത് വിമാനം ലാൻഡ് ചെയ്യുകയാണ്. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥരും ഫയർ എഞ്ചിനിലെ പോലീസ് ഓഫീസേഴ്സും മറ്റ് അനവധി ആളുകളും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വളരെ സുഗമമായിട്ട് അജിത്ത് ആ മിഗ് 29 റൺവേയിൽ ലാൻഡ് ചെയ്യിപ്പിച്ചു. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഒന്നും കാണാൻ കഴിയാത്ത ഒരു പൈലറ്റ് കൺട്രോൾ ടവറിലെ ആ റഡാർ ഓപ്പറേറ്റർ പറയുന്ന നിർദ്ദേശങ്ങൾ മാത്രം കേട്ടുകൊണ്ട് വിമാനത്തെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ചെറിയൊരു ഹാളിലൂടെ ഒരു ചെറിയ കണ്ണിന്റെ മാത്രം വലിപ്പത്തിലുള്ള ആ ദൂരത്തിലൂടെ ഒരു നേർരേഖ പോലെ അജിത്തിന് ആ റൺവേ കാണാം. റൺവേയിലൂടെ അജിത്തിന്റെ ആ വിമാനം മുന്നോട്ട് അങ്ങനെ നീങ്ങുകയാണ്. അജിത്തിന്റെ വിമാനം ലാൻഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത നിമിഷത്തിൽ ഫയർ എഞ്ചിനുകൾ ആ ഭാഗത്തേക്ക് ഓടിയെത്തി. വിമാനത്തടുത്തേക്ക് ഓടിയെത്തിയ ഫയർ എഞ്ചിൻ ഉദ്യോഗസ്ഥർ കോക്പിറ്റിൽ നിന്ന് അജിത്തിനെ പുറത്തിറക്കി. അജിത്തിനെ പുറത്തിറക്കാനായി കോക്പിറ്റ് തുറക്കുമ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. കോക്പിറ്റ് നിന്ന് കത്തുകയാണ്. ആ കത്തിപ്പടരുന്ന കോക്പിറ്റിനകത്ത് ഒരു വൈമാനികൻ ഇത്രയും സമയം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ശൈലിയിലുള്ള തീയാണ് കോക്പിറ്റിൽ ആ നിമിഷത്തിൽ ആളുകൾ കാണുന്നത്. ഈ സമയത്ത് എയർപോർട്ടിൽ എത്തിയിരുന്നു അജിത്തിന്റെ ഭാര്യ മിസ്സിസ് കൗർ. അവരും ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥയാണ്. അവരൊരു ആവശ്യമായിട്ട് അവിടെ ആ എയർപോർട്ടിൽ അപ്പോഴെത്തിയതാണ്. അപ്പോഴാണ് തന്റെ ഭർത്താവിന്റെ വിമാനത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായതായി അവർ കേട്ടത്. എന്താണ് സംഭവം എന്ന് അവർക്ക് മനസ്സിലായില്ല. അവര് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ തിരക്കുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള മറുപടിയാണ് അവർക്ക് കിട്ടുന്നത്. വിമാനത്തിൽ നിറങ്ങിയ അജിത്തിനെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ വിഭാഗത്തിനടുത്തേക്ക് കൊണ്ടുവന്നു. അജിത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിച്ചത്. വളരെ വിശദമായ ഒരു പരിശോധന തന്നെ തുടർന്ന് ആ മിഗ് വിമാനത്തിൽ നടന്നു. മുകളിലുള്ള ആ HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഘടിപ്പിക്കാനായിട്ട് ഒരു ചെറിയ ബാറ്ററി പോലെ സംവിധാനം അവിടെ ഒരുക്കിയിരുന്നു. അതിനകത്തുണ്ടായ ചെറിയൊരു സ്പാർക്കാണ് ഈ സംഭവങ്ങൾക്കൊക്കെ കാരണം. തികച്ചും ചെറിയ ഒരു സംഭവം, പക്ഷെ ആ സംഭവമാണ് ഈ ശൈലിയിൽ ആ വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ ഇടയാക്കിയത്. ഈ സംഭവം സ്വാഭാവികമായിട്ടും അജിത്തിന് ശൗര്യചക്ര ലഭിക്കാൻ ഇടയാക്കി. ശൗര്യചക്ര വിതരണം ചെയ്യുന്ന ചടങ്ങിൽ അജിത്തിന് ശൗര്യചക്ര കൊടുക്കുന്നതിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ അവിടെ വിവരിച്ചപ്പോഴാണ് മുഴുവൻ ആളുകളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിലാണ് അജിത്ത് അയാളുടെ മനസ്സിനെ നിയന്ത്രിച്ചതും വിമാനത്തെ നിയന്ത്രിച്ചതും.
ആരായാലും പതറിപ്പോകുന്ന 9 മിനിറ്റുകൾ, 30,000 അടി മുകളിൽ നിന്ന് താഴെ റൺവേ വരെ എത്തിയ ആ 9 മിനിറ്റുകൾ. അജിത്ത് ശരിക്കും അസാമാന്യമായ ശാന്തതയോടുകൂടി ആ വിമാനത്തെ ഉപേക്ഷിക്കാതെ ആ വിമാനത്തെ റൺവേയിൽ എത്തിക്കുകയായിരുന്നു. അജിത്തിന്റെ ഈ കഥ മിക്കവാറും എല്ലാ എയർഫോഴ്സ് ട്രെയിനിങ്ങിലും ഇപ്പൊ ഒരു പാഠമാണ്. മനസ്സാന്നിധ്യം അതാണ് സകല വിജയങ്ങളുടെയും അടിസ്ഥാനമെന്ന് അജിത്തിന്റെ ഈ കഥ നമ്മളോട് പറയുകയാണ്. ഇതുപോലുള്ള കഥകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒത്തിരി ആവേശം ഉണ്ടാകും. ആ ആവേശം എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.